മലങ്കരമാർഗം. ഈ സാബോർ അഫ്രോത്ത് പിതാക്കന്മാർ നെസ്തോറിയന്മാരായിരുന്നു എന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് ആളുകൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ പാസ്റ്റർ? സാബോർ അഫ്രോത്ത് പിതാക്കന്മാരെ ഒരിക്കലും നെസ്തോറിയന്മാരല്ലായിരുന്നു, ഒരു സുറിയാനിക്കാരായിരുന്നു. സാബോർ അഫ്രോത്ത് പിതാക്കന്മാര് സൈൻ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട്. ആ ഡോക്യുമെന്റ്സിൽ സുറിയോയോ എന്ന് എടുത്തെഴുതിയിട്ടുണ്ട്. സുറിയോയോ എന്നുള്ളത് അന്ന് സുറിയാനി സഭ, വെസ്റ്റ് സുറിയാനി സഭയെ സൂചിപ്പിക്കുന്നതാണ്, നെസ്തോറിയന്മാരെ സൂചിപ്പിക്കുന്നതല്ല. നെസ്തോറിയന്മാർ ഒരിക്കലും സുറിയോയോ എന്ന് പറഞ്ഞ് സൈൻ ചെയ്യാറില്ലായിരുന്നു. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് അവർ സുറിയാനിക്കാരായിരുന്നു. പിന്നെ അവര് പേർഷ്യയിൽ നിന്ന് വന്നവരാണ്, പേർഷ്യൻ പിതാക്കന്മാർ എന്ന രീതിയിലുള്ള ഒരു നരേഷൻ, പ്രത്യേകിച്ച് അത് സീറോ മലബാറുകാരും അത് ചൂട് പിടിച്ച് ഈ കഞ്ഞിക്കുഴി വിഭാഗവും അത് ചെയ്യാറുണ്ട്. അതിന്റെ കാരണം യാക്കോബായ സഭയുടെ ഒരു ലെജിറ്റിമസി, അല്ലെങ്കിൽ യാക്കോബായ സഭയുടെ ഒരു പൂർവികത, ഇതിനെയൊക്കെ വെല്ലുവിളിക്കുക എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ സാബോർ അഫ്രോത്ത് പിതാക്കന്മാർ വന്നത് ഒരിക്കലും പേർഷ്യയിൽ നിന്നല്ല. പേർഷ്യയുടെയും റോമയുടെയും അതിർത്തി ഗ്രാമങ്ങളിലുള്ള സുറിയാനി സഭയുടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. അവിടെ നിന്നാണ് അവർ വന്ന. മൗണ്ട് ഇസ്ല എന്നാണ് ആ മൊണാസ്ട്രിയുടെ പേര്, മൗണ്ട് ഇസ്ല. മൗണ്ട് ഇസ്ലയില് ആ ഔജീനിയസ് എന്ന് പറയുന്ന സഭാപിതാവ് 4-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചാണ് ആ മൊണാസ്ട്രി. അത് അദ്ദേഹമാണ് ഔഗേൻ എന്ന് അറിയപ്പെടുന്നത്. ആ മൗണ്ട് ഇസ്ലാം മൊണാസ്ട്രിയിലാണ് ഈ കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തി പോവുകയും അങ്ങനെ ഔഗേൻ എന്ന പേരിൽ ആകൃഷ്ടനാകുകയും ആ പേര് സ്വീകരിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്തെന്ന് ഞാൻ പറഞ്ഞത്. മൗണ്ട് ഇസ്ലയാണ്. മൗണ്ട് ഇസ്ല തുറബ്ദീനടുത്തുള്ള വളരെ പ്രസിദ്ധമായ ഒരു സുറിയാനി കേന്ദ്രമാണ്. അത് പിൽക്കാലത്ത് നമുക്കറിയാമല്ലോ തുർക്കിയിലാണുള്ളത്. ഇസ്ലാമിക അധിനിവേശത്തിൽ അതൊക്കെ തകർന്നുപോയി. സുറിയാനി സഭയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകൾ താമസിച്ച് തപസ്സനുഷ്ഠിക്കുകയും പ്രാർത്ഥന ഗീതങ്ങളും പ്രുമിയോൻ സദറാകളൊക്കെ എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ സെന്ററായിരുന്നു മൗണ്ട് ഇസ്ല. പിന്നീട് കാലത്തിന്റെ നീക്കത്തിൽ അതൊക്കെ ക്ഷയിച്ചു പോയി. എങ്കിലും അതിൻ്റെയൊക്കെ അടയാളപ്പെടുത്തലുകൾ ഇന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റും. മൗണ്ട് ഇസ്ലായില് വളരെയേറെ തകർക്കപ്പെട്ടതാണെങ്കിലും 2000-ൽ അവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ സുറിയാനി സഭയ്ക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ ചെറിയ രീതിയിൽ ഒരു സ്കൂളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. മൗണ്ട് ഇസ്ലായില് നമുക്ക് ഒന്ന് മാർ ഔഗേൻ മൊണാസ്ട്രി ഉണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള മൗണ്ട് ഇസ്ലായിലുള്ള വേറൊരു മൊണാസ്ട്രിയാണ് മോർ മൽക്കെ മൊണാസ്ട്രി. മൽക്കെ എന്ന് പറയുന്നത് ഈ ഔഗേന്റെ അനന്തരവനായിരുന്നു. അദ്ദേഹവും ഒരു താപസനായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യ പരമ്പരകളൊക്കെ ഉണ്ടായി. അദ്ദേഹം സ്ഥാപിച്ചൊരു മൊണാസ്ട്രി ഉണ്ട്. ഇത് രണ്ടും ഇന്ന് സുറിയാനി സഭയുടെ കയ്യിലാണ്. തുർക്കിയിൽ വളരെ ക്ഷയിച്ച അവസ്ഥയിലൊക്കെയാണ് എങ്കിലും നമുക്ക് അത് കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ ഒരു ചിത്രം നിങ്ങളെ കാണിക്കാം. അതുപോലെ ഇതുണ്ട്. ഇതാണ് മാർ ഔഗേൻ മൊണാസ്ട്രിയുടെ ഇന്നത്തെ അവസ്ഥ. ഇത് റീസെൻ്റ്ലി എടുത്ത പിക്ചറാണ്. ഇത് ഔഗേൻ മൊണാസ്ട്രിയാണ്. അതുപോലെ തന്നെ ഈ നമുക്ക് മാർ ഔഗേൻ മൊണാസ്ട്രി അല്ലാതെ മെൽക്കെ മൊണാസ്ട്രി ഉണ്ട്. അതുപോലെ തന്നെ മെൽക്കെ മൊണാസ്ട്രി ഇതുപോലെ തന്നെ വളരെ സജീവമായിട്ടൊക്കെ ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് 2000-ന് ശേഷമാണ് അവിടെ അങ്ങനെയുള്ളൊരു പ്രവർത്തനാനുമതിയൊക്കെ കിട്ടിയത്.
ഇവിടെ നിന്നാണ് ഈ സാബോർ അഫ്രോത്ത് പിതാക്കന്മാർ വന്നത്. അല്ല, സാബോർ അഫ്രോത്ത് പിതാക്കന്മാർ നെസ്തോറിയന്മാരോ പേർഷ്യക്കാരോ ആയിരുന്നില്ല. വിശ്വാസത്തിൽ അവർ യാക്കോബായക്കാരായിരുന്നു, അവർ സുറിയാനിക്കാരുമായിരുന്നു. ഇതാണ് വസ്തുത. പക്ഷെ അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്, 1600 മുമ്പ് ഇവിടെ യാക്കോബായ സത്യവിശ്വാസം മലങ്കരയിൽ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. 1600 മുമ്പാണല്ലോ ഈ സാബോർ അഫ്രോത്ത് പിതാക്കന്മാർ വരുന്നത്. 9-ാം നൂറ്റാണ്ടിലാണ്. അവര് യാക്കോബായക്കാരായിരുന്നു. മനസ്സിലായോ? അപ്പം യാക്കോബായ വിശ്വാസമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം സുറിയാനി വിശ്വാസമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിൽ ഇപ്പൊ ആർക്കും എതിരില്ല. ഇപ്പൊ സീറോ മലബാറുകാരാണെങ്കിലും സുറിയാനി അല്ലെന്ന് പറയത്തില്ല. കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗമാണെങ്കിലും സുറിയാനി അല്ലെന്ന് പറയത്തില്ല. ഇപ്പൊ സുറിയാനി സഭയില് 3 പ്രധാന വിഭാഗമാണ് ഉള്ളത്. അതില് യാക്കോബായക്കാരാണ് ഒരു വിഭാഗം. അത് നോൺ കാൽസിഡോണിയൻസ്. കാൽസിഡോണിയൻ സുന്നോദോസ് വിശ്വസിക്കാത്ത ആളുകൾ. കാൽസിഡോണിയൻ വിശ്വാസം പിൻപറ്റുന്ന ഒരു ചെറിയ വിഭാഗം സുറിയാനിക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവര് രാജാവിനെ ഭയന്നിട്ട് രാജാവിനോട് കൂറ് പ്രഖ്യാപിച്ചു. വിശ്വാസമല്ല. സുറിയാനിക്കാർ എല്ലാം കാൽസിഡോണിയൻ വിശ്വാസത്തെ എതിർത്തപ്പോ കുറച്ച് സുറിയാനിക്കാർ കാൽസിഡോണിയൻ പക്ഷത്തോട്ട് മാറി. അത് രാജഭക്തി കൊണ്ടാണ്. അത് കാരണം അന്ന് ബൈസാന്റൈൻ രാജാവ് കാൽസിഡോണിയൻ പക്ഷം ആയതുകൊണ്ട് ഞങ്ങളും ആ പക്ഷത്ത് നിൽക്കും. അപ്പം മെൽക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെലക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് എന്നാണ് അർത്ഥം. മെൽക്കി സാദേക്ക് എന്ന് പറഞ്ഞാൽ സാദേക്കിലെ രാജാവ് എന്നാണ് അർത്ഥം. മെൽക്കെന്നുള്ള വാക്കിന്റെ അർത്ഥം രാജാവെന്നാണ്. അതുകൊണ്ട് രാജാവിന്റെ അനുയായികൾ എന്ന അർത്ഥത്തിൽ അവരെ മെൽക്കൈറ്റ്സ് എന്ന് വിളിച്ചു. അതുകൊണ്ട് മെൽക്കൈറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പുണ്ട്. ഈ മെൽക്കൈറ്റ്സ് സുറിയാനിക്കാരിലൊരു രാജഭക്തി കൊണ്ട് കാൽസിഡോണിയൻ പക്ഷം, അതായത് നമ്മളന്ന് കാൽസിഡോണിയൻ സുന്നോദോസ് കഴിഞ്ഞപ്പം നോൺ കാൽസിഡോണിയൻ പക്ഷത്ത് സുറിയാനി സഭ നിന്നപ്പം സുറിയാനി സഭയിൽ നിന്നൊരു വിഭാഗം എങ്ങോട്ട് മാറി? ഈ കാൽസിഡോണിയൻ പക്ഷത്ത് മാറി. അവര് മെൽക്കൈറ്റ്സ്. ഇന്നുകൊണ്ട് മെൽക്കൈറ്റ്സ് ഗ്രൂപ്പുണ്ട്. പിന്നെയുള്ളത് നെസ്തോറിന് കൂടെ പോയ നെസ്തോറിയന്മാർ. ഇപ്പൊ സുറിയാനി സഭയില് മെൽക്കൈറ്റ്സ്, നെസ്തോറിയൻസ്, യാക്കോബിയൻസ്. അതിനകത്ത് ഈ മെൽക്കൈറ്റ്സിനെ പറ്റി പറയേണ്ട കാര്യമില്ല, കാരണം അവർ ആ പ്രാദേശികമായിട്ട് ചെറിയൊരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് സുറിയാനി സഭയിൽ വ്യക്തമായി 2 ഗ്രൂപ്പാണുള്ളത്, നെസ്തോറിയന്മാരും യാക്കോബായക്കാരും. ഇപ്പൊ കേരളത്തിലുണ്ടായിരുന്നത് മെൽക്കൈറ്റ്സ് ആണെന്ന് നമുക്ക് ഒരിക്കലും ആരും വാദം കൊണ്ടുവരത്തില്ല. പിന്നെ സുറിയാനിക്കാരാണെന്ന് ഞാൻ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ അവർ നെസ്തോറിയന്മാരായിരുന്നിരിക്കണം, അല്ലെങ്കിൽ യാക്കോബായക്കാരായിരുന്നിരിക്കണം. ആരായിരുന്നു? ഇതാണ് ചോദ്യം. ഇത് വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് 2 ചോയ്സേ ഉള്ളൂ. ഇപ്പൊ നമ്മൾക്ക് PSCയുടെ പരീക്ഷയ്ക്ക് വരുമ്പം 5 ഉത്തരം കൊടുത്തിട്ട് ഒരെണ്ണം ടിക്ക് അടിക്കുക, അല്ല 4 ഉത്തരം കൊടുത്തിട്ട് ഒരെണ്ണം ടിക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. ഇതിപ്പോ 2 കാര്യമുള്ളൂ. അവര് നെസ്തോറിയന്മാരായിരുന്നു, യാക്കോബായക്കാരായിരുന്നു. അപ്പൊ കേരളത്തിലെ പൂർവിക വിശ്വാസം നെസ്തോറിയൻ വിശ്വാസമാണെങ്കിൽ അവർ കന്യകമറിയത്തെ ദൈവമാതാവായിട്ട് അംഗീകരിക്കുകയില്ല. എന്നാൽ കേരളത്തിലെ പൂർവിക സഭ കന്യകാമറിയത്തെ ദൈവമാതാവായിട്ട് അംഗീകരിക്കുന്ന സഭയായിരുന്നു എന്നുള്ളത് പകലുപോലെ വ്യക്തമാണ്. ഇപ്പൊ കേരളത്തിലുണ്ടായിരുന്ന ആളുകൾ എല്ലാം നെസ്തോറിയന്മാരായിരുന്നു എന്ന് വാദത്തിന് വേണ്ടി നമ്മൾ അംഗീകരിച്ചാൽ അവരെന്തിനാണ് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തെ നിരാകരിച്ചത്? അപ്പോ കത്തോലിക്ക സഭയുടെ നെസ്തോറിയൻ വിരുദ്ധത കൊണ്ടാണ് അവര് കത്തോലിക്ക സഭയോട് റിബലായിട്ട് നിന്നത് എന്ന് വാദിച്ചാൽ ആ വാദവും നമുക്ക് മുഖവിലക്കെടുക്കാം. അങ്ങനെ വാദിച്ചാൽ അബ്ദുൽ ജലീൽ ബാവ കേരളത്തിൽ വരുമ്പോൾ ഈ സുറിയാനി സഭയിലെ ആളുകൾ മുഴുവൻ അദ്ദേഹത്തെ സ്വീകരിച്ചത് എങ്ങനെയാണ്? അദ്ദേഹം ഇവർക്കെല്ലാം പൊൻവെള്ളി നാണയങ്ങൾ കൊടുത്തോ? അതോ അദ്ദേഹം വലിയ അത്ഭുതങ്ങൾ, ആകാശത്ത് നിന്ന് തീ ഇറക്കുവോ, സൂര്യനിലും ചന്ദ്രനിലും അടയാളം കാണിക്കുമോ, അങ്ങനെയെല്ലാം ചെയ്തോ? ഇതൊന്നും ചെയ്തിട്ടില്ല. തങ്ങൾ കാത്തിരുന്ന തങ്ങളുടെ പിതാവ് വന്നു എന്ന വിധത്തിലാണ്, എന്ന് പറഞ്ഞാൽ മലങ്കരയിൽ പൂർവികമായി നിലനിന്നിരുന്ന ഒരു വിശ്വാസം, മറിയം ദൈവമാതാവാണെന്നുള്ള വിശ്വാസം, ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് തങ്ങളുടെ പിതാവാണ്. അപ്പൊ മറിയത്തെ ദൈവമാതാവാണെന്ന്
ഇപ്പൊ യോൽഡാ താലോഹോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മലങ്കര ഒന്നടങ്കം അബ്ദുൽ ജലീൽ ബാബയുടെ കൂടെ നിന്നു. കാരണം പൂർവിക വിശ്വാസം അതാണ്, പരമ്പരാഗതമായി പഠിച്ചു വന്നിട്ടുള്ള വിശ്വാസം അതാണ്, മറിയം ദൈവമാതാവാണ്. അപ്പൊ മറിയം ദൈവമാതാവാണെന്ന് ഈ ഭൂമിയിൽ ഏറ്റുപറയുന്ന ഏക വിശ്വാസം യാക്കോബിയ വിശ്വാസമാണ്. ഇപ്പൊ യാക്കോബായക്കാരെന്നുള്ള ടേം പോർച്ചുഗീസുകാർ വന്നു കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണെന്ന് ഇവർ വാദിക്കുന്നത്. ഇത് യാക്കോബായ എന്ന ടേം യാക്കൂബ് പ്രധാനയുടെ കാലം തൊട്ട് ബൈസന്റിയൻ എഴുത്തുകാർ എഴുതുന്നതാണ്. ബൈസന്റിയൻകാര് നമ്മളെ അടയാളപ്പെടുത്താൻ എഴുതിയിരുന്നത് യാക്കൂബിയക്കാരെന്നാണ്. അതുപോലെ പുരാതനമായ ഡോക്യുമെന്റ്സിൽ ഒക്കെ കാണാൻ പറ്റും. ഇസ്ലാമിക് ഡോക്യുമെന്റ്സിൽ മുഴുവൻ ഇപ്പം മുസ്ലിങ്ങൾ നമ്മളെപ്പറ്റി എഴുതുമ്പോൾ എഴുതിയിട്ടുള്ള യാക്കൂബിയർ എന്നാണ്. നെസ്തോറിയൻസും യാക്കൂബിയർന്നും അവരെടുത്ത് എഴുതിയിട്ടുണ്ട്. മെൽക്കൈറ്റ്സ് എന്നും നമുക്ക് കാണാൻ പറ്റും. ഏതാണ് ഇസ്ലാമിക് ആൻഡ് അറബിക് ഡോക്യുമെന്റ്സിൽ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആശാരി സ്കൂൾ ഇൻ റൈറ്റിങ്സിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ യാക്കൂബിയ എന്ന ടേം നിങ്ങൾക്ക് കാണാം. അല്ല യാക്കോബായക്കാർ എന്ന് എഴുതുന്ന കേരളത്തിൽ ഉണ്ടായി വന്നൊരു ടേമൊന്നും അല്ലത്, കേരളത്തിൽ മാത്രമുള്ള ടേമും അല്ല. അത് വളരെ പുരാതന കാലം മുതൽ ഉള്ള ഒരു ടേമാണ്. അതൊരു ബൈസന്റിയൻകാരാണ് ആദ്യം അങ്ങനെ എഴുതിയത്. അപ്പൊ നെസ്തോറിയൻസ് എന്ന് മറ്റവരെ അവർ വിശേഷിപ്പിച്ചു, ബൈസാന്റിയൻ എഴുത്തുകാർ. കാരണം ബൈസാന്റിയൻ എഴുത്തുകാരെ സംബന്ധിച്ച് നെസ്തോറിയന്മാരും യാക്കോബക്കാരും ഒരുപോലെ അവർക്ക് എതിരാളികളായിരുന്നുകൊണ്ട് ഇവർ രണ്ടു കൂട്ടരെ ആ പിതാക്കന്മാരുടെ പേരിൽ അവർ അടയാളപ്പെടുത്തി. അങ്ങനെയാണ് യാക്കോബിയർ എന്ന പേര് വന്നത്.